ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വ്യവസായിയാണ്. എൻ്റെ തൊഴിലുമല്ല രാഷ്ട്രീയം. വളരെ യാദർച്ഛികമായിട്ട് ഇതിലേക്ക് വന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് എന്നെ ബലം പിടിച്ചിറക്കി എന്നുള്ളതാണ് സത്യം. ഞാനൊരു നാട് നന്നാക്കണം എന്ന് വിചാരിച്ചു. ആ നാട്ടിലെ ജനങ്ങള് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ, ആ നാട് കുട്ടിച്ചോറാകുന്നത് കണ്ടപ്പോ അവരെ സഹായിക്കണം, പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തണം എന്ന് തോന്നി. മനസ്സനുവദിച്ചില്ല, കണ്ടില്ല എന്ന് നടിക്കാനായിട്ട്. അതുകൊണ്ട് ഇറങ്ങി തിരിച്ചു. അത് തുടങ്ങി. ഞാനവിടെ നന്നാക്കാൻ തുടങ്ങിയപ്പോ എന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അങ്ങനെ ഈ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് എൻ്റെ പിന്നാലെ നടന്നവർ വേട്ടയാടിക്കൊണ്ടിരുന്നു, എന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ. ഇന്ന് കുന്നത്തുനാടില് നമ്മുടെ ഒരു പ്രവർത്തകനെ അടിച്ച് അവശരാക്കിയപ്പോൾ അവര് INTUC-ക്കാരെ വടിയും വാളുമായിട്ട് വന്ന് വട്ടം നിന്ന് പോലീസിന്റെ മുന്നിലിട്ടാണ് അടിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഏത് രാജ്യത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്? ഒരു മനുഷ്യന് അവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അവർ പറയുന്നത് എന്താണ്? ഇവിടെ രാഷ്ട്രീയക്കാര് മാത്രം മതി, ഈ കൊള്ളക്കാര് മാത്രം മതി, ഇവിടെ പാവപ്പെട്ടവന് ജീവിക്കണ്ട, സാധാരണക്കാരൻ ജീവിക്കണ്ട. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന മാതിരി ജീവിക്കണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഇപ്പൊ ഭയപ്പെട്ടിട്ട് ഈ ഹാളിൽ വന്നിരിക്കുന്നത്? ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ വാതൊക്കെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടാവും, ആരൊക്കെയാണ് ഇതിനകത്തേക്ക് കയറി എന്നുള്ളത്. അതുപോലെ രാഷ്ട്രീയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ചങ്ങല വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചില്ല എങ്കിൽ ഇന്ന് നിങ്ങളും ഞാനും ഇവിടെ ജീവിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ കണ്ടു വളർന്നതാ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. ഈ രാഷ്ട്രീയക്കാർ തീരുമാനിക്കും നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് വന്ന് കൂടിയിരിക്കുന്ന ആളുകളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്, എനിക്കറിയാം. കാരണം പലതവണ പല ചിഹ്നങ്ങളിൽ കുത്തിയവരാണ് നിങ്ങൾ. ഓരോ തവണ കുത്തുമ്പോഴും നിങ്ങൾ വിചാരിച്ചു ഇത്തവണ രക്ഷപ്പെടും. പക്ഷേ രക്ഷപ്പെട്ടില്ല. ഞാനൊന്ന് പറയാം, ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഇവിടുത്തെ ആളുകളെ കബളിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ല. 2020 പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതുവരെ ഈ നാടിനെ കൊള്ളയടിച്ച് കട്ടുമുടിച്ചവരെ നിലയ്ക്ക് നിർത്തി ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഹാളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കണം, ഇനി ഈ കൊള്ളക്കാരുടെ കയ്യിൽ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ തവണത്തെ വോട്ട് നിങ്ങൾ രാഷ്ട്രീയക്കാർക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന വിചാരത്തോടെ ആയിരിക്കണം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. ആഞ്ഞു കുത്തണം, പൈനാപ്പിളിലേക്ക് ആഞ്ഞു കുത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്, വളർന്നു വരുന്ന നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നോർത്തായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അപ്പോ എനിക്ക് ബാംഗ്ലൂരിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളെപ്പറ്റി പറഞ്ഞു, ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കൃഷിക്കാരുടെ ഒരു നാടാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങളോ മോഹന വാഗ്ദാനങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 73 വർഷം ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഭരിച്ച് നശിപ്പിച്ച ഈ നാടിനെ അവർ 73 വർഷം കൊണ്ട് നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഇരട്ടി 5 വർഷം കൊണ്ട് ഞാൻ തിരിച്ചു നൽകിയിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോ നിങ്ങള് പെരുമ്പാവൂര് മാത്രം ജയിപ്പിച്ചാൽ പോരാ, നമ്മുടെ 8 സ്ഥാനാർത്ഥികളാണ് എറണാകുളത്ത് മത്സരിക്കുന്നത്. 8 സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ തവണ ഭാഗ്യമുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്ത് ഒരു മുന്നണിക്കും സ്വന്തമായി ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടില്ല.
അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കും ഇവിടെ കേരളം ആര് ഭരിക്കണമെന്ന്. നമ്മുടെ 2020 തീരുമാനിക്കും LDF ഭരിക്കണമോ UDF ഭരിക്കണമോ എന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കിഴക്കമ്പലത്തെ 5 പഞ്ചായത്തുകളല്ല, പെരുമ്പാവൂർ മാത്രമല്ല, കേരളത്തിലെ 4 കോടി ജനങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ജീവിതത്തിൽ എന്നേക്കുമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അത് ഉപയോഗിക്കണം. നിങ്ങൾക്കറിയാവുന്ന ബന്ധുക്കളെ, കോതമംഗലത്തുണ്ടെങ്കിൽ കോതമംഗലത്തുള്ള ബന്ധുക്കളെ, മൂവാറ്റുപുഴയിലുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിലുള്ള ബന്ധുക്കളെ, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, കുന്നത്തുനാടില്, തൃക്കാക്കരയില്, എറണാകുളത്ത്, കൊച്ചിയില്, വൈപ്പിനില്, ഈ 8 മണ്ഡലങ്ങളിലും നിങ്ങളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, കൂട്ടുകാര്, നിങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയണം. അങ്ങനെ 8 മണ്ഡലങ്ങൾ നമ്മൾ പിടിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തില്, കേരളത്തിന്റെ ചരിത്രത്തില് ഒരു സംസ്ഥാനം ആദ്യമായിട്ട് രക്ഷപ്പെടാൻ പോകുന്നു, ദൈവത്തിന്റെ സ്വന്തം നാടായി മാറാൻ പോകുന്നു എന്ന് നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. അപ്പൊ പ്രിയപ്പെട്ടവര്, ഇവിടെ എന്നോട് ഒരാൾ ചോദിച്ചു, 8 സ്ഥാനാർത്ഥികളുണ്ട്, നിങ്ങൾ 8 പേരും 8 നിലയിൽ പൊട്ടിയാലോ എന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ പൊട്ടിച്ചിരിക്കും. കാരണം എന്താ, രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ രക്ഷപ്പെട്ടല്ലോ. കാരണം നിങ്ങൾക്കറിയാം, ഈ വൈകുന്നേരവും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് കിട്ടേണ്ട സമയമാണ്, എൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട സമയമാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെയോ എൻ്റെ കുടുംബത്തിന്റെ കൂടെയോ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. രാപകലില്ലാതെ ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 9 വർഷം മുമ്പ് എൻ്റെ ശരീരത്തിൽ നിന്ന് പെർഫ്യൂമിന്റെ മണമായിരുന്നു. ഇപ്പോ പാവപ്പെട്ട ജനങ്ങളുടെ മണമാണ് എൻ്റെ ശരീരത്തിന്. അപ്പോ ഞാൻ എൻ്റെ ജീവിതം തന്നെ ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അപ്പോ എന്നെ തോൽപ്പിച്ചാൽ, നമ്മുടെ 8 സ്ഥാനാർത്ഥികൾ തോറ്റാൽ അതിന്റെ അർത്ഥം നിങ്ങൾ തോറ്റു, ഈ നാട് തോറ്റു എന്നുള്ളതാണ്. ഞാനല്ല തോക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം എനിക്കിതില്ലെങ്കിലും അമേരിക്കയിലേക്ക് പറക്കാം, സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കാം. നിങ്ങൾ എങ്ങോട്ട് പറക്കും? നിങ്ങൾ എങ്ങോട്ട് പോകും? ആരുടെ മുമ്പിൽ പോയി കൈനീട്ടും? അപ്പോ ഒരിക്കലും ജീവിതത്തിൽ ഈ അവസരം തിരിച്ചു വരില്ല. ഒരു രാഷ്ട്രീയക്കാരൻ തോറ്റാൽ വീണ്ടും മത്സരിക്കും. അവൻ എഴുന്നേറ്റ് നടക്കുന്നവരെ 90 വയസ്സായാലും അവൻ മത്സരിക്കും, നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് യാചിക്കും. പക്ഷേ 2020 ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കൽ ഞാനൊരു ഫ്ലെക്സ് കണ്ടു, ഇത് അവസാന ബസ്സാണ്, നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം, രക്ഷപ്പെടാം എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം, മണ്ടന്മാരാകരുത്. നിങ്ങൾ അറിഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തവണ നിങ്ങളുടെ കുടുംബങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത്, നിങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികളാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരോടും എന്നെ വിശ്വസിച്ച് എന്നെ കാണാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്ദിയും കടപ്പാടിനെ അറിയിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.